ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഒരു ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി രൂപപ്പെടാൻ പോകുന്നു. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മോന്ത എന്നാണ് അതിൻ്റെ പേര്, ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്നാണ് അതിൻ്റെ പേര്. പക്ഷേ തായ് വേർഡാണ് അതിനകത്ത്. പക്ഷേ അത്ര ബ്യൂട്ടിഫുൾ ഒന്നും ആയിരിക്കത്തില്ല അത് ആഞ്ഞടിച്ച് തുടങ്ങിയാൽ. അതുകൊണ്ട് വടക്കൻ കേരളത്തിലൊക്കെ ശക്തമായ മഴയുണ്ടാകും. ചൊവ്വാഴ്ചയോടെ ആന്ധ്ര തീരം തൊടും ഈ ചുഴലിക്കാറ്റ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടെ വിനാശകാരിയായിട്ട് ഈ ചുഴലിക്കാറ്റ് നേരിടാനുള്ള സന്നാഹങ്ങളൊക്കെ വേണ്ടിവരും. യെല്ലോ അലേർട്ട് വടക്കൻ കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ കരുതിയിരിക്കേണ്ടി വരുന്നു. നമുക്ക് ഈ തുലാമഴയുടെ കൂടെ ഈ ന്യൂനമർദ്ദം കൂടി ചുഴലിക്കാറ്റ് രൂപപ്പെടുമ്പോൾ നമ്മുടെ മോന്ത പോക്കുമോ എന്നുള്ള സംശയമാണ് പ്രൈം ടൈം ആരംഭിക്കുന്നത്. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഞാൻ ആദ്യത്തെ വാർത്തയിലേക്ക് കടക്കുകയാണ്. ഓൺലൈൻ ചൂതാട്ട മാഫിയകളുടെ ഭീഷണിയിൽ കുടുങ്ങി വിദ്യാർത്ഥികൾ. ഭീഷണിയെ തുടർന്ന് നാടുവിട്ടുപോയ വിദ്യാർത്ഥികളെ തിരികെ എത്തിച്ച് നടത്തിയ കൗൺസിലിംഗിൽ CWCക്ക് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. +1 വിദ്യാർത്ഥി ചൂതാട്ടത്തിനായി കടം വാങ്ങിയത് 3 ലക്ഷം രൂപയാണ്. ലഹരിയിലേക്ക് ഉൾപ്പെടെ ഈ കുട്ടികൾ വഴിമാറിപ്പോകുന്ന സാഹചര്യമെന്ന് CWC കോഴിക്കോട് ചെയർമാൻ P. അബ്ദുൽ നാസർ പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയാണിത്. ഇതാ റിപ്പോർട്ട് കാണൂ. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ കോഴിക്കോട് നിന്ന് കാണാതായത് 3 വിദ്യാർത്ഥികളെ. ഇവരെത്തിയത് ബംഗളൂരുവിൽ. +1 വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ പോലീസ് ഇവരെ CWCക്ക് കൈമാറി. എന്തിന് ബംഗളൂരുവിലെത്തി? ഉത്തരം ഞെട്ടിക്കുന്നതായിരുന്നു. കുട്ടികൾ എന്തുകൊണ്ട് പോയി എന്ന് കൂടുതൽ അവർ അടുത്ത് ഇടപെട്ടുകൊണ്ട് ചോദിച്ചപ്പോൾ അവർ കടം വീട്ടാനാണ് പോയത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ വളരെ എന്ത് കടമാണ് ഈ കുട്ടികൾക്ക്? അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള കുട്ടികളും വീട്ടിലെ കുട്ടികളൊക്കെ ആയതുകൊണ്ട് എന്താണ് അവരുടെ കടത്തിൻ്റെ കാര്യം എന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോൾ ഓൺലൈൻ ഗാംബ്ലിങ്ങിൽ കാശ് വെച്ച് കളിച്ച് കടം വന്നതാണ്. അതുകൊണ്ടാണ് ഈ കടം വീട്ടാൻ വേണ്ടിയിട്ട് വീട് വിട്ട് ബാംഗ്ലൂരിൽ എന്തെങ്കിലും തൊഴിലെടുത്തിട്ട് ഈ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്നാണ് കുട്ടികൾ പറഞ്ഞത്. ഈ വിദ്യാർത്ഥികളെ വീണ്ടും കൗൺസിലിങ്ങിന് വിധേയരാക്കി. ഇവർക്ക് പണം നൽകിയ, പിന്നീട് ഭീഷണിപ്പെടുത്തിയ 20 പേരുടെ ഫോൺ നമ്പറും പേരും ഇവർ CWCക്ക് കൈമാറി. ഈ വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് അന്വേഷണത്തിന് വേണ്ടി നൽകിയിരിക്കുകയാണ്. കടം വാങ്ങി കൊടുത്ത ആളുകൾ ഈ കുട്ടികളെ അന്വേഷിച്ച് അവരുടെ വീടുകൾ വരികയും എന്ന് കുട്ടികൾ പറയേണ്ടത്. അപ്പോൾ കൂടുതൽ കുട്ടികളെ ആരൊക്കെയാണ് ഈ ഇത്തരത്തിലുള്ള ആളുകളെ ബന്ധപ്പെടാൻ സഹായിച്ചതെന്ന് ചോദിച്ചാൽ കുറച്ച് കുട്ടികളുടെ പേര് അവർ തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് വിപുലമായ രീതിയിൽ കുട്ടികളുടെ ഇടയിൽ വ്യാപകമായിട്ട് ഇത്തരം ഓൺലൈൻ ഗാംബ്ലിങ് ഇത്തരത്തിലുള്ള സൈറ്റുകളിൽ കുട്ടികൾ കയറി ഇങ്ങനെ അപകടകരമായ നിലയിലേക്ക് പോകുന്നുണ്ട്. താമരശ്ശേരിയിലെ ഷഹബാസിന്റെ മരണത്തിന് പിന്നാലെ കുട്ടികളെ നിരീക്ഷിക്കാൻ ചൈൽഡ് വെൽഫെയർ പ്രൊട്ടക്ഷൻ കമ്മിറ്റിക്കും PTA-കൾക്കും CWC നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല. ഒരു പരിധിവരെ കുട്ടികളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇത്തരം അപകടകരമായ സാഹചര്യത്തിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ കഴിയും. മിഥില ബാലൻ, 24 കോഴിക്കോട്. പുറത്തേക്ക് വരുന്നതിനേക്കാളും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇനി പുറത്തോട്ട് വരാനുള്ളത്. ആ രീതിയിലുള്ള അന്വേഷണമൊക്കെ കേരളത്തിൽ നടക്കട്ടെ. നമുക്ക് ഇതിനൊക്കെ ഒരു അവസാനം കണ്ടെത്തിയേ മതിയാവൂ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. രാജ്യവ്യാപക വോട്ടർ പട്ടിക പരിഷ്കരണ പ്രഖ്യാപനം നാളെയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക വാർത്താ സമ്മേളനം നാളെ വൈകുന്നേരം 4:15 ഡൽഹിയിൽ. ആദ്യഘട്ടത്തിൽ 10 മുതൽ 15 സംസ്ഥാനങ്ങളിൽ നടപടികൾ തുടങ്ങാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്ലാൻ. അതിലേക്കാണ് ഇനി ഡൽഹിയിൽ നിന്നുള്ള ഈ റിപ്പോർട്ട്. നവംബർ 1 മുതലാകും SIR നടപടികൾ തുടങ്ങുക. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും പരിഷ്കരണം. ആദ്യഘട്ടത്തിൽ 10 മുതൽ 15 സംസ്ഥാനങ്ങളിൽ വരെ നടപടികൾ തുടങ്ങാനാണ് സാധ്യത. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൽ SIR തുടങ്ങുമോ എന്ന കാര്യത്തിലും നാളെ തീരുമാനമറിയാം. അടുത്ത മാസം അവസാനത്തോടെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സാഹചര്യത്തിൽ SIR നടപടികൾ നീട്ടിവെക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരുന്നു. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ SIR നടപടികൾ തുടങ്ങുമെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗത്തിൽ സംസ്ഥാനങ്ങളിലെ ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. പ്രഖ്യാപനം വന്നാൽ നടപടി തുടങ്ങാൻ തയ്യാറെന്നാണ് എല്ലാ സംസ്ഥാനങ്ങളും അറിയിച്ചത്. 24 ഡൽഹി. എന്തായാലും നാളത്തെ വാർത്താ സമ്മേളനം വളരെ ശ്രദ്ധാകേന്ദ്രമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യക്കകത്തും അതുപോലെ ഇന്ത്യക്ക് പുറത്തും ഇത് ശ്രദ്ധാകേന്ദ്രമാകും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വാഗ്ദാനങ്ങളുമായി മഹാസഖ്യം. പഞ്ചായത്തി രാജ് പ്രതിനിധികളുടെ അലവൻസ് ഇരട്ടിയാക്കുമെന്നതുൾപ്പെടെ ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവ് നടത്തി. അതിനിടെ
പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് 11 നേതാക്കളെ JDU പുറത്താക്കി. തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായതിനു പിന്നാലെ ബീഹാറിലെ ജനങ്ങൾക്കായി വമ്പൻ പ്രഖ്യാപനങ്ങളുമായി മഹാസഖ്യം. പഞ്ചായത്ത് രാജ് പ്രതിനിധികളുടെ അലവൻസ് ഇരട്ടിയാക്കുമെന്ന് തേജസ്വി യാദവ്. 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ. ഗ്രാമീണ ഭരണം മെച്ചപ്പെടുത്തുന്നതിനായി പഞ്ചായത്ത് പ്രതിനിധികൾക്ക് പെൻഷൻ. NDA സർക്കാർ അഴിമതിയിൽ മുങ്ങിയെന്നും ബീഹാറിന്റെ ഫണ്ട് ഗുജറാത്തിലേക്ക് മാറ്റിയെന്നും തേജസ്വി യാദവ്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനും സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിച്ചതിനും 11 നേതാക്കളെ JDUവിൽ നിന്ന് പുറത്താക്കി. മുൻമന്ത്രി ശൈലേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി. ഒന്നാംഘട്ട തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ താരപ്രചാരകരെയടക്കം എത്തിച്ച് പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. CPIML ഭോജ്പൂരിൽ നിന്ന് സങ്കല്പയാത്ര ആരംഭിച്ചു. CPIML നേതാവ് രാം നരേഷ് റാമിന്റെ 15ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് യാത്ര. ഭരണവിരുദ്ധ വികാരം ഉയർത്തി മഹാസഖ്യവും ജനകീയ പദ്ധതികൾ ചൂണ്ടിക്കാട്ടി NDAയും വോട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അതിനിടെ സംസ്ഥാന തലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ്. ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ച് മുതിർന്ന നേതാക്കൾ പട്നയിലെത്തി. ബീഹാറിലെ ലഖിസരായിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദറിനൊപ്പം വിനീത VG 24. മറ്റൊരു വാർത്തയിലേക്ക്. ഡൽഹി സർവകലാശാലയിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിക്ക് നേരെ ആസിഡ് ആക്രമണം ഉണ്ടായെന്ന വാർത്ത. ലക്ഷ്മിഭായ് കോളേജിലെ വിദ്യാർത്ഥിനിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ബൈക്കിലെത്തിയ 3 പേരാണ് ഈ ആക്രമണം അഴിച്ചുവിട്ടത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യുന്നു. പറയൂ അച്യുതൻ. അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അശോക് വിഹാറിലെ ലക്ഷ്മിഭായ് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിനിക്ക് നേരെയാണ് ഈ ആസിഡ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത്തരമൊരു ആക്രമണത്തിന് കാരണം ഈ ഇരയായിട്ടുള്ള വിദ്യാർത്ഥിനിയും ഒപ്പം തന്നെ ജിതേന്ദ്ര എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി, ഈ പ്രതികളിൽ ഒരാളായിട്ടുള്ള ജിതേന്ദ്രയുമായി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നാണ് ഒരു വൈരാഗ്യം ഉടലെടുക്കുകയും ഈ വിദ്യാർത്ഥിനിക്ക് നേരെ ആസിഡ് ഒഴിക്കുകയും ചെയ്തത്. എന്നാൽ വിദ്യാർത്ഥിനി തന്റെ കൈകൾ ഉപയോഗിച്ച്, അതായത് കോളേജിലേക്ക് പോകും വഴിയായിരുന്നു ഈ ആക്രമണം, കൈകൾ ഉപയോഗിച്ച് ഈ മുഖത്തേക്ക് ഈ ആസിഡ് അവർ പ്രയോഗിച്ചപ്പോൾ അത് തടയുകയുണ്ടായി. കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ ഈ പെൺകുട്ടി പൊള്ളലേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ 3 പ്രതികളെയും പോലീസ് സ്പെഷ്യൽ സെല്ല് കസ്റ്റഡിയിലെടുത്തതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടതായും പോലീസ് അറിയിക്കുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു അച്യുതൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെളിവെടുപ്പിന് ശേഷം തിരികെ തിരുവനന്തപുരത്ത് എത്തിച്ചു. കർണാടകത്തിലെ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ആയ ഗോവർദ്ധന്റെ ജുവലറിയിൽ നിന്ന് കണ്ടെത്തിയ 400 ഗ്രാം സ്വർണം ദ്വാരപാലക ശില്പത്തിൻ്റെതെന്ന് സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു കൊടുക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്ത ഭൂമി ഇടപാട് രേഖകളും SIT വിശദമായി പരിശോധിക്കും. ബംഗളൂരുവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിലും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ജ്വല്ലറിയിലും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് SIT നടത്തിയത്. ബംഗളൂരുവിലും ഉണ്ണികൃഷ്ണൻ പോറ്റി കോടികളുടെ ഭൂമി ഇടപാടുകൾ നടത്തിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. സുഹൃത്തായ രമേശ് റാവുവിനെ മറയാക്കി ബംഗളൂരുവിൽ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാടും പോറ്റിക്കുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് കവർന്നെന്ന് സംശയിക്കുന്ന സ്വർണം കണ്ടെത്തിയ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ കൂടുതൽ ഇടപാടുകൾ പരിശോധിക്കുകയാണ് SIT. വാതിൽപ്പാളികളിലും കട്ടിളയിലും സ്വർണം പൂശിയത് താനാണെന്നാണ് ഗോവർദ്ധന്റെ മൊഴി. ദേവസ്വം ബോർഡിന് സ്പോൺസർഷിപ്പിന്റെ രേഖകൾ നൽകിയിരുന്നു. സന്നിധാനത്തെത്തി ബോർഡ് അംഗങ്ങളെയും കണ്ടിരുന്നുവെന്നും ഔദ്യോഗിക രേഖകൾ വന്നപ്പോൾ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയായി മാറിയെന്നും ഗോവർദ്ധന്റെ മൊഴി. ഗൂഢാലോചനയിൽ പങ്കില്ലെന്ന് കണ്ടെത്തിയാൽ ഗോവർദ്ധനെ സാക്ഷിയാക്കാൻ SIT നിയമോപദേശം തേടും. സ്വർണം വേർപെടുത്തിയതിന് പണിക്കൂലിയായി നൽകിയ 101 ഗ്രാം സ്വർണം തിരിച്ചെടുക്കുന്നതിനായാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. സ്ഥാപനത്തിന്റെ CEO പങ്കജ് ഭണ്ഡാരിയെയും ചോദ്യം ചെയ്തു. ഇതിനിടെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ദേവസ്വം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും മരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയും മൊഴി രേഖപ്പെടുത്തി. ആറന്മുളയിലെ ദേവസ്വം സ്ട്രോങ് റൂമിൽ ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിലുള്ള ഇന്നത്തെ പരിശോധന പൂർത്തിയായി. 24 തിരുവനന്തപുരം. മോഹനൻ കമന്റ് ബോക്സിൽ എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം കുറിച്ചിരിക്കുന്നു. SK രാജഗോപാൽ സാറിൻ്റെ വേർപാടിൽ താങ്കൾക്ക് വിഷമമുണ്ട് എന്ന് താങ്കൾ രാവിലെ പറഞ്ഞപ്പോൾ മനസ്സിലായി. ആദരാഞ്ജലികൾ മോഹൻ ബിലാത്രയാണ് പറയുന്നത്. തീർച്ചയായിട്ടും എൻ്റെ ജീവിതം ആകെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു കലാലയമാണ് കൊല്ലം സെൻറ്റ് കോളേജ്. അവിടെ എൻ്റെ രാഷ്ട്രീയമാംസ പഠനത്തിൽ അതിൻ്റെ വകുപ്പ് മേധാവിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്നതും പിന്നീട് എൻ്റെ കരിയർ ഗ്രാഫിലുടനീളം അദ്ദേഹം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ രാജഗോപാൽ സാർ എന്നും എൻ്റെ മനസ്സിലുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മരണാനന്തരവും അത് ആ ഓർമ്മ അങ്ങനെ തന്നെയായിരിക്കും. രാജഗോപാൽ സാറിൻ്റെ സംസ്കാരം ഇന്ന് ഉച്ച കഴിഞ്ഞ് പോങ്ങുമൂട് നടന്നു. എൻ്റെ ക്ലാസ്മേറ്റായ അംബേദ്കർ എന്നെ പ്രതിനിധീകരിച്ച് അവിടെ ഉണ്ടായിരുന്നു. ആദരാഞ്ജലികൾ ഇപ്പോഴും ഉണ്ട്. ആ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ വിയോഗം മൂലമുണ്ടായ വേദനയിൽ നിന്ന് കടന്നു പോകാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി 24 ബിഗ് ബ്രേക്കിംഗ്.
തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കും. 1 കൊല്ലം കൂടി കാലാവധി നീട്ടാനാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ആലോചന. നവംബർ 10-ാം തീയതി കാലാവധി അവസാനിക്കാനിരിക്കെയാണ് നിർണായകമായ ഈ തീരുമാനം. CP അംഗം അഡ്വക്കേറ്റ് അജികുമാറിൻ്റെ കാര്യത്തിൽ പാർട്ടിയായിരിക്കും തീരുമാനമെടുക്കുക. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനും സർക്കാരിനുമെതിരെ പ്രതിഷേധം തുടരുമ്പോഴാണ് നിർണായക തീരുമാനം. നവംബർ 10-ന് കാലാവധി അവസാനിക്കാനിരിക്കെ PS പ്രശാന്തിന്റെ കാലാവധി 1 വർഷം കൂടി നീട്ടും. മറ്റൊരംഗമായ അഡ്വക്കേറ്റ് അജികുമാറിന്റെ കാര്യത്തിൽ CPI തീരുമാനമെടുക്കും. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലവിലെ ബോർഡിനെ ബാധിച്ചിട്ടില്ലെന്നാണ് സർക്കാരിന്റെയും CPM-ന്റെയും വിലയിരുത്തൽ. പ്രതിപക്ഷ എതിർപ്പ് കണക്കിലെടുത്ത് PS പ്രശാന്തിനെ മാറ്റിയാൽ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അത് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഗുണം ചെയ്യും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് 1 മാസം മാത്രം ശേഷിക്കെ പുതുമുഖം വേണ്ടെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. നിലവിലെ ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി നീട്ടിക്കൊണ്ടുള്ള ഓർഡിനൻസ് ഉടൻ ഇറക്കാനാണ് നീക്കം. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. ഷാഫി കൊമ്പേരി ചോദിക്കുന്നു, SKN ഗുഡ് ഈവനിങ് ഷാഫി. ബീഹാർ ഇലക്ഷൻ റിസൾട്ട് SKN ആഷ്മി വിജയകുമാർ മൂവർ സംഘമല്ലേ അവതരിപ്പിക്കുക? അതിനെന്താ സംശയം? തെരഞ്ഞെടുപ്പെന്ന് വന്നോട്ടെ, ഫലം എന്ന് അറിഞ്ഞോട്ടെ, നമ്മൾ 3 പേരും റെഡിയാവും, നമ്മൾ തലക്കെട്ടെടുത്തും കിട്ടും. എറണാകുളം ആലുവയിലെ ബസ് ജീവനക്കാർക്കിടയിൽ വ്യാപക ലഹരി ഉപയോഗമെന്ന് ശബ്ദ സന്ദേശം. ഡ്രൈവേഴ്സ് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ സൂചന വാട്സപ്പ് ഗ്രൂപ്പിലെ സന്ദേശം വഴി 24-ന് കിട്ടി. കാരുണ്യ യാത്രയുടെ പേരിൽ പണപ്പിരിവ് ബസ് ഡ്രൈവർ MDMA വാങ്ങിയെന്നും ആരോപണമുണ്ട്. നമുക്ക് ആദ്യം ആ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം. യൂണിയന്റെ പേരും പറഞ്ഞ ഒരുത്തിനും ഭീഷണിപ്പെടുത്തേണ്ടതല്ല. ഈ ആലോചനയിൽ ഒരുത്തിനും നല്ലതല്ല. പെണ്ണുപിടിയാൻ കഞ്ചാവ് അങ്ങനെയാണെങ്കിൽ എൻ്റെ പേരിൽ പൊടിയുടെ പേരിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആലോ സ്റ്റാൻഡിൽ ഒരുത്തിനും വണ്ടി ഓടിക്കില്ല. ആലോ സ്റ്റാൻഡിൽ നിന്നല്ല, ഈ സിറ്റിയിൽ ഒരുത്തിനും ബസ് ഓടിക്കില്ല. എന്നെ തൂക്കി കഴിഞ്ഞാൽ എൽദോസം ഒരു തൂക്കൽ എൽദോസും തൂക്കും. ടാക്സിന്റെ വണ്ടിയിൽ എത്ര പണിക്കാർക്ക് ലൈസൻസ് ഉണ്ട്? എല്ലാം MDMA പൊടിയാണ്, കഞ്ചാവാണ്. നേരെ കൊണ്ടുപോയിട്ട് ഗതാഗത മന്ത്രിക്ക് കൊണ്ട് ഒരു പരാതി അങ്ങോട്ട് കൊടുക്കും. ലൈസൻസ് ഇല്ല, കഞ്ചാവ് അടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്ന് പറഞ്ഞ് എൽദോസം ഒരു തൂക്കൽ നോക്കും. എൽദോസം MDMA അടിച്ചിട്ടുള്ളൂ. കഞ്ചാവ് അടിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ ഇഷ്ടംമാരുണ്ട്. ഞാൻ തെളിവ് സഹിതം തരും. തെളിവ് സഹിതം കഞ്ചാവ് അടിച്ച് MDMA അടിച്ചിങ്ങനെ പണിക്കാരെ ഞാൻ എൽദോസ് തൂക്കും. ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഈ ശബ്ദ സന്ദേശത്തിലുള്ളത്. MDMA പോലെ രാസലഹരി ഉപയോഗിച്ചും മദ്യം കഴിച്ചും കഞ്ചാവ് അടിച്ചും ഒക്കെ തന്നെ ഡ്രൈവർമാർ ഡ്രൈവിംഗ് നടത്തുന്നു. നമ്മുടെയൊക്കെ ജീവൻ ഇവരുടെ കൈകളിലാണ്. 10, 60, 70 പേരുമായിട്ട് പാഞ്ഞു പോകുന്ന ബസ്സിൽ സാരഥിയായി വരുന്നയാൾ ഈ ലഹരിക്ക് അടിമയായിരിക്കും എന്നുള്ള ചിന്ത പോലും നമ്മളെ അലോസരപ്പെടുത്തും. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. അമൽ, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നത്? നമ്മളടക്കം നിരവധി തവണ മത്സരയോട്ടം സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള വാർത്തകൾ കൊടുത്തതാണ്. 24 ഇതിനെ സംബന്ധിച്ച് ലൈവത്തോൺ പോലും സംഘടിപ്പിച്ചതാണ്. അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുകയാണ് സ്ഥിതിഗതികൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഇത്രയും ഗൗരവകരമായിട്ടുള്ള ഒരു ശബ്ദ സന്ദേശം നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതാണ്, ആലുവ സ്റ്റാൻഡിൽ ഒരു കാരുണ്യ ഓട്ടം നടന്നിരുന്നു. അവരുടെ തന്നെ സഹപ്രവർത്തകനായിരുന്ന ഒരു കണ്ടക്ടറുടെ കാലിന് പരിക്കേറ്റ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കാരുണ്യ ഓട്ടം സംഘടിപ്പിച്ചത്. ഒരു ദിവസത്തെ കളക്ഷൻ മുഴുവൻ ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെക്കും എന്നതായിരുന്നു എല്ലാവരും എടുത്ത തീരുമാനം. എന്നാൽ ഒരു ബസ് ഇത്തരത്തിൽ ഓട്ടം നടത്തുകയും ആ ഒരു തുകയിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് നടത്തുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഈ ഒരു വിഷയം മറ്റ് ബസ്സിലുള്ള ജീവനക്കാരടക്കം ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ഒരു ശബ്ദ സന്ദേശത്തെക്കുറിച്ചുള്ള പല ചർച്ചകളും ഉണ്ടാകുമ്പോഴാണ് അതിൽ ഈ ഒരു ദുരുപയോഗമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു രാസലഹരി ഉപയോഗിച്ചിരുന്ന ആൾ ഇത്തരത്തിൽ പറഞ്ഞപ്പോൾ ആ ഒരു ശബ്ദ സന്ദേശം വെച്ചാണ് പിന്നീട് ചർച്ചകൾ ഉണ്ടാവുകയായിരുന്നു. ഈ ഒരു ചർച്ചയിലാണ് MDMA തന്നെയാണ് ഇദ്ദേഹം വാങ്ങിയത് എന്ന രീതിയിലുള്ള കണ്ടെത്തലുകൾ ഉണ്ടാവുകയും ഇദ്ദേഹം ഈ ഉപയോഗിച്ചിരുന്ന ആൾ നിഷേധിക്കാതിരിക്കുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് ഈ ആലുവ സ്റ്റാൻഡിലുള്ള മറ്റ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള സമീപനം ഉണ്ടായതെന്ന് ഇദ്ദേഹം ആ ഗ്രൂപ്പിൽ തുറന്നു പറയുന്നു. ആലുവയിലെ ബസ് ജീവനക്കാരുടെ ചങ്ക്സ് ഡ്രൈവേഴ്സ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഈ ഒരു ചർച്ച ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും അടുത്ത് തന്നെ ഇതിനെ സംബന്ധിച്ച് പോലീസ് വ്യക്തമായിട്ടുള്ള അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഞ്ചാവ് അടിച്ചടക്കം ഡ്രൈവേഴ്സ് വണ്ടി ഓടിക്കുന്നു എന്ന തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. MDMA വാങ്ങുന്ന ആളുകൾ ഈ ബസ് ഓടിക്കുന്നു, ബസ്സിൽ കണ്ടക്ടറായി പോകുന്നു. ഇത്തരത്തിൽ കണ്ടക്ടർ ലൈസൻസ് ഇല്ലാത്തവർ കണ്ടക്ടറായി ഇത്തരം ബസ്സുകളിൽ ജോലി ചെയ്യുന്നു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്കാൻ അമൽ സുരേന്ദ്രനാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ നമ്മൾ ഈ ബസ് ഡ്രൈവേഴ്സ് ആലുവയിലും പരിസര പ്രദേശങ്ങളിലും ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നു, മയക്കുമരുന്ന് കഴിച്ചതിന് ശേഷം വണ്ടി ഓടിക്കുന്നു, MDMA പോലുള്ള രാസലഹരി ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കുന്നു. ഇതൊക്കെ നമ്മളിൽ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ശബ്ദ സന്ദേശത്തിലൂടെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഈ ഇടവേളയ്ക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ മന്ത്രി ഗണേഷ് കുമാറുമായിട്ട് ഫോണിൽ സംസാരിച്ചു. അദ്ദേഹം ഇപ്പോൾ ദുബായിലാണ്. അദ്ദേഹം തന്നെ ഇതൊരു ഷോക്ക് കിട്ടിയതുപോലെയാണ്. കാരണം ലൈസൻസ് ഇല്ലാത്തവർ
ഓടിക്കുന്നതൊക്കെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകും. പക്ഷേ മയക്കുമരുന്നുമൊക്കെ കഴിച്ച കഞ്ചാവും അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ബോധമില്ലാതെ ആളുകൾ വണ്ടി ഓടിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ തന്നെ പ്രയാസം തോന്നിയതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അദ്ദേഹം ദുബായിൽ നിന്ന് നമ്മളോട് പറ്റുമെങ്കിൽ സംസാരിക്കാം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. കാരണം കടുത്ത ഒരു അന്വേഷണം, കാര്യമായിട്ടുള്ള ഗൗരവമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്നാണ് നമ്മുടെ ആവശ്യം. നമ്മളിപ്പോൾ ശരിക്കും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുമെന്നാണ് വിശ്വാസം. നമ്മളിപ്പോൾ അദ്ദേഹത്തിനെ ടെലിഫോണിൽ കിട്ടാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ വേണം എന്ന് നമ്മൾ കരുതുന്നു. മറ്റൊരു വാർത്തയിലേക്ക് ഞാൻ പോവുകയാണ്. തമിഴക വെട്രി കഴകം അധ്യക്ഷൻ വിജയ് നാളെ കരൂർ ദുരന്തബാധിതരെ സന്ദർശിക്കുമെന്നറിയുന്നു. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും പരിക്കേറ്റവരെയും ഒരു ബസ്സിൽ ചെന്നൈയിലേക്ക് കൊണ്ടുവരും. മഹാബലിപുരത്തെ ഒരു ഹോട്ടലിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുക. വിജയുടെ ഈ നീക്കത്തെ BJP പിന്തുണച്ചു. എന്നാൽ DMK സൈബർ ഹാൻഡിലുകൾ നന്നായി പരിഹസിച്ചിട്ടുണ്ട്, അവർ ട്രോൾ ചെയ്യുന്നുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസുമായി മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുകയാണ്. ഇതിനിടയിൽ KB ഗണേഷ് കുമാറിനെ ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിലേക്ക് പോവുകയും ചെയ്യും. റഹീസ്, താങ്കൾക്ക് തുടരാം. കരൂർ ദുരന്തബാധിതരെ നാളെ സന്ദർശിക്കും, അല്ലെങ്കിൽ നാളെ കാണും എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരം. അതായത് നിലവിൽ ഈ ആഴ്ച കാണാൻ തീരുമാനിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ ആഴ്ച മഴയില്ല എങ്കിൽ നാളെ കാണാം, അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു ദിവസം കാണാമെന്നാണ് അദ്ദേഹം അറിയിച്ചിരുന്നത്. അങ്ങനെ ഇപ്പോൾ കരൂരിൽ നിന്നും ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും ഒപ്പം തന്നെ പരിക്കേറ്റവരെയും ഒക്കെ പ്രത്യേക ബസ്സുകളിലാക്കി ചെന്നൈയിലേക്ക് കൊണ്ടുവരികയാണ്. ചെന്നൈയിലെ മഹാബലിപുരത്ത് ഇവർക്ക് വേണ്ടി ഒരു ഹോട്ടൽ വിജയ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഏതാണ്ട് 40 മുറികളിലധികം വിജയ് ഇവർക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ മുറികളിലും ഇന്ന് ഓരോ കുടുംബത്തിനെ താമസിപ്പിച്ച് നാളെ രാവിലെ അദ്ദേഹം ഓരോരുത്തരുടെയും വീടുകളിലെത്തി ഇവരെ കാണാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഓരോർക്കും പ്രത്യേകമായ സമയം ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. 15 മിനിറ്റ് വീതം ഓരോ കുടുംബങ്ങളുടെയും ഒപ്പം അദ്ദേഹം ഉണ്ടാകും എന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നാളെ ഈ കരൂർ ദുരന്തമുണ്ടായി 1 മാസമാവുകയാണ്. അപ്പോൾ ആ 1 മാസമാവുമ്പോഴാണ് അദ്ദേഹം അന്ന് ഈ കരൂരിൽ നിന്ന് മടങ്ങി ചെന്നൈയിലേക്ക് എത്തിയതിനു ശേഷം ഈ ദുരന്തബാധിതരെ കാണാനായി തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ചെന്നൈയിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ഹോട്ടലുകളിൽ തങ്ങും. അതിനുശേഷം രാവിലെ മുതൽ വിജയ് ഓരോരുത്തരുമായി കൂടിക്കാഴ്ച നടത്തും. ഇത് സംബന്ധിച്ച് പാർട്ടിയിൽ തന്നെ 2 അഭിപ്രായമാണുള്ളത്. വിജയ് കരൂരിലേക്ക് എത്താത്തത് വലിയ മോശം ആണെന്നും അതൊരു വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നൊരു വിഭാഗം പറയുന്നുണ്ട്. വിജയ് ഇങ്ങനെ ദുരന്തബാധിതരെ പോലും വീടുകളിലേക്ക് വിളിച്ചു കാണുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ചെന്നൈയിലേക്ക് കൊണ്ടുവന്ന് കാണുമ്പോൾ അതൊരു രാഷ്ട്രീയ നേതാവിന് ചേർന്ന രീതിയല്ല എന്ന് TVK'ക്കുള്ളിൽ വിമർശനമുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇനിയും ഈ യാത്ര വൈകിപ്പിക്കാൻ കഴിയില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരെ കാണുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നു. ഇതേസമയം BJP വിജയ്ക്ക് വലിയ പിന്തുണയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ആലുവയിലും പരിസര പ്രദേശങ്ങളിലും ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നു, മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കുന്നു, ഈ വിഷയങ്ങളിൽ നമ്മോട് സംസാരിക്കാൻ ദുബായിൽ നിന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ടെലിഫോണിൽ ചേരുന്നു. പ്രൈം ടൈമിലേക്ക് സ്വാഗതം മിനിസ്റ്റർ ഗണേഷ് കുമാർ. ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവറുടെ ഒരു ശബ്ദ സന്ദേശമാണ്. അതിൽ അയാൾ പറയുന്നത് ഡ്രൈവേഴ്സ് ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അതിൽ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അതിൻ്റെ ശബ്ദ സന്ദേശമായിട്ട് കാണുന്നു. അതായത് MDMA പോലെ രാസലഹരി ഉപയോഗിക്കുന്ന മാത്രമല്ല ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവേഴ്സും ആലുവയിലും പരിസര പ്രദേശങ്ങളിൽ വണ്ടി ഓടിക്കുന്നു എന്നുള്ള വളരെ അപകടകരമായ ഒരു കാര്യമാണ് അദ്ദേഹം ഈ ചാനലിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്തൊരു അന്വേഷണം വേണമെന്ന് ഞാൻ ഈ വാർത്തക്കെട്ടിൽ പറയുകയുണ്ടായി. അതുകൊണ്ടാണ് മിനിസ്റ്ററുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നത്. അപ്പോൾ താങ്കളുടെ ഒരു അഭിപ്രായം, ഇതൊരു ഒരാളിൻ്റെ ഒരു ശബ്ദ സന്ദേശം മാത്രമാണ്, എന്നാൽ പോലും ഇതിൽ വാസ്തവം ഉണ്ടെങ്കിൽ അപകടം പിടിച്ച കാര്യമാണ്. ശ്രീ ഗണേഷ് കുമാർ. ഞാനത് വാർത്ത കാണാൻ കഴിഞ്ഞില്ല. എന്നാലും ഇപ്പൊ ചേട്ടൻ പറഞ്ഞ എനിക്ക് മനസ്സിലായി കർശനമായ നടപടി ഉണ്ടാവും. ഞാൻ ഇപ്പോൾ തന്നെ ഈ എറണാകുളം മുതൽ ആലുവ ഈ ഭാഗത്തേക്കുള്ള വണ്ടികളുടെ മത്സര ഓട്ടം ഒരുപക്ഷെ ഈ പറയുന്ന കാര്യത്തിൽ വാസ്തവം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ ലഹരി, മനുഷ്യന് സ്വബോധമില്ലാത്ത രീതിയിൽ വണ്ടി ഓടിക്കുകയാണ്. വഴിയെ കടന്നു പോകുന്ന സ്കൂട്ടർ യാത്രക്കാർ, കാർ യാത്രക്കാരെല്ലാം വളരെ വിഷമിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ദയവീത് 24 പറയാണ്, ഇതൊക്കെ ഇത്തരം കാര്യങ്ങളിൽ കർശന നടപടിയെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതിനെതിരായിട്ട് ചില മാധ്യമങ്ങൾ നിരന്തരമായി തന്നെ ചെയ്യണം. മന്ത്രിയുടെ ഹുങ്കാണെന്നാണ് പറയുന്നത്. മന്ത്രിയുടെ ഹുങ്കല്ല ഇത് വഴിയെ പോകുന്ന പാവപ്പെട്ടവരുടെ ജീവന്റെ പ്രശ്നമാണ്. എനിക്ക് വേണേൽ കണ്ണടച്ചിട്ട് തിരുവനന്തപുരത്തിരിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതൊരു മര്യാദയല്ല. ഇത്തരം കാര്യങ്ങളിൽ മീഡിയ കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്തം നിർവഹിക്കണം. തീർച്ചയായിട്ടും ഗണേഷ് കുമാർ, തീർച്ചയായിട്ടും 24-ന്റെ പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാകും. ഞാൻ താങ്കളുടെ അറിവിലേക്കായിട്ട് ഞാൻ അയാളുടെ ഈ വളരെ ഷോർട്ട് ഡ്യൂറേഷൻ ഒരു ഓഡിയോ ആണ്, അതൊന്നുകൂടെ കേൾപ്പിച്ചുതരാം. താങ്കൾ ജസ്റ്റ് ഒന്ന് ഫോൺ ഹോൾഡ് ചെയ്തോളൂ. പ്ലേ ചെയ്യൂ. PCR പ്ലേ. ഈ ആലോചന ഒരുത്തിനും നല്ലതല്ല. പെണ്ണുപിടിയാൻ കഞ്ചാവ് അങ്ങനെയാണെങ്കിൽ എൻ്റെ പേരിൽ, പൊടിയുടെ പേരിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആലോ സ്റ്റാൻഡിൽ ഒരുത്തിനും വണ്ടി ഓടിക്കില്ല. ആലോ സ്റ്റാൻഡിൽ നിന്നല്ല, ഈ സിറ്റിയിൽ ഒരുത്തിനും ബസ് ഓടിക്കില്ല. എന്നെ തൂക്കി കഴിഞ്ഞാൽ
എൽദോസ് ഒരു തൂക്കൽ എൽദോസും തൂക്കും. ജാക്ഷന്റെ വണ്ടിയിൽ എത്ര പണിക്കാർക്ക് ലൈസൻസ് ഉണ്ട്? എല്ലാം MDMA പൊടിയാണ്, കഞ്ചാവാണ്. നേരെ കൊണ്ടുപോയിട്ട് ഗതാഗത മന്ത്രിക്ക് കൊണ്ട് ഒരു പരാതി അങ്ങോട്ട് കൊടുക്കും. ലൈസൻസ് ഇല്ല, കഞ്ചാവ് അടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്ന് പറഞ്ഞ് എൽദോസ് ഒരു തൂക്കൽ വെക്കും. എൽദോസ് MDMA അടിച്ചിട്ടുള്ളൂ, കഞ്ചാവ് അടിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ ഇഷ്ടംമാരുണ്ട്. ഞാൻ തെളിവ് സഹിതം തരും. തെളിവ് സഹിതം കഞ്ചാവ് അടിച്ച് MDMA അടിച്ചിങ്ങനെ പണിക്കാരൻ ഞാൻ എൽദോസ് തൂക്കും. ഈ ബസ് ഡ്രൈവേഴ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ബസ് ഡ്രൈവർ ഇട്ടിരിക്കുന്ന ഓഡിയോ ആണിത്. ഓക്കെ, പറയൂ ശ്രീ ഗണേഷ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനകത്ത് വാസ്തവം ഉണ്ടാവാനാണ് സാധ്യത എന്നാണ് എന്റെ വിശ്വാസം. കാരണം ഇത് കർശനമായി പരിശോധിക്കും. ഞാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, പോലീസ്, റൂറൽ SP, എറണാകുളം പോലീസ് കമ്മീഷണറുമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു യോഗം വിളിച്ചിരുന്നു. ഈ മത്സര ഓട്ടം ഒഴിവാക്കി മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്നതായിട്ട് ഞങ്ങളൊരു തീരുമാനം എടുക്കുന്ന ഡ്രൈവ് തുടങ്ങിയിട്ടുണ്ട്. ഓട്ടോവെച്ചി ഭാഗത്ത് ഇതേ പ്രശ്നമുണ്ട്, ഞാൻ നേരിട്ട് അനുഭവപ്പെട്ടതാണ്. അതുപോലെ എറണാകുളം, ആലുവ, കളമശ്ശേരി ഈ ഭാഗങ്ങളിലുണ്ട്. അവിടെ നിന്ന് പിന്നെ അങ്കമാലി എന്ന കാലടി ഭാഗത്തേക്ക് പോകുന്ന വണ്ടികൾ ഇവിടെ ഈ ഡ്രൈവർമാർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. കാരണം ഇവർ നാവിന്റെ അടിയിൽ ചില സാധനങ്ങൾ വെക്കുന്നൊക്കെ ആയിട്ട് മുമ്പും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ലഹരി മരുന്ന് പരിശോധിച്ച് കണ്ടെത്താനുള്ള ഒരു മെഷീൻ നമ്മുടെ കയ്യിലില്ല. പക്ഷെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പല രീതിയിൽ മെഡിക്കൽ ചെക്കപ്പ് എടുത്താൽ നടക്കും. അപ്പൊ അങ്ങനെ സംശയം തോന്നുന്നവരെ നമ്മൾ പിടിക്കാം. ഈ വാട്സാപ്പ് സന്ദേശം വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. എനിക്ക് 24-ന്റെ എങ്കിലും ഒരു പിന്തുണ തരണം. കാരണം തീർച്ചയായിട്ടും, കാരണം നമ്മൾ ധീരമായ തീരുമാനങ്ങൾ എടുത്ത് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന് മന്ത്രിയുടെ അഹങ്കാരമാണെന്ന് പറയുന്നതിലും കാര്യമില്ല. അത് നടപടികളുമായി മുന്നോട്ട് പോകാൻ ജനങ്ങളുടെ പിന്തുണ തീർച്ചയായിട്ടും ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ഉണ്ടാകും. 24-ഉം അതിൻ്റെ കൂടെ ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ നടപടി എടുക്കും. ഇന്ന് രാത്രി തന്നെ പറ്റുമെങ്കിൽ പോലീസ് കമ്മീഷണറുമായിട്ടും SP ആയിട്ട് സംസാരിച്ചിട്ട് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരെ ഇറക്കി മുഴുവൻ വണ്ടികളും പരിശോധിക്കും. ഇത്തരത്തിലുള്ള ആളുകളുടെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുക, ലൈസൻസ് റദ്ദാക്കിയവർ വണ്ടി എടുത്ത് വെച്ച് ഓടിക്കുക, ഇതെല്ലാം അവസാനിക്കും. അങ്കമാലിയിലെ കാലടിയിൽ നിന്ന് ചില ചെറുപ്പക്കാരെടുത്തൊരു സോഷ്യൽ മീഡിയ വൈറൽ വീഡിയോ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അത് എന്റെ കയ്യിൽ കിട്ടി. അപ്പോൾ തന്നെ ഡ്രൈവറുടെ ലൈസൻസ് തന്നെ റദ്ദാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സസ്പെൻഷൻ അല്ല, റദ്ദാക്കലായിരിക്കും. ഇത്തരം ശ്രീ ഗണേഷ് കുമാർ, താങ്കൾ ദുബായിൽ നിന്ന് മടങ്ങി വരുന്ന റദ്ദാക്കുമെന്ന് ഞാൻ താങ്കൾക്ക് ഉറപ്പ് തരാം. താങ്കളുടെ ചാനലിലൂടെ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുന്നു, റദ്ദാക്കുന്നതിൽ താഴോട്ടുള്ള ഒരു പരിപാടി ഉണ്ടാവില്ല. എന്നായിരിക്കും ശ്രീ ഗണേഷ് കുമാർ താങ്കൾ ദുബായിൽ നിന്ന് മടങ്ങി വരിക കേരളത്തിലേക്ക്? ആ ഫോൺ കണക്ഷൻ കട്ടായി തോന്നുന്നു. എന്തായാലും ശ്രീ ഗണേഷ് കുമാർ അതിധീരമായ നടപടികൾ എടുക്കുമെന്ന് നമുക്ക് ഉറപ്പ് തന്നിരിക്കുകയാണ്. കാരണം ജനങ്ങളുടെ ജീവൻ വെച്ച് ശ്രീ ഗണേഷ് കുമാർ, ദുബായിൽ നിന്ന് താങ്കൾ എന്നാ മടങ്ങുക? ഞാൻ 2-3 ദിവസങ്ങളിൽ വരും. അപ്പോൾ അത് വന്നതിന് ശേഷം കൂടുതൽ നടപടികൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തതിൽ സന്തോഷം. ഇവിടെ ഇരുന്ന് തന്നെ ആക്ഷൻ എടുക്കും, തീർച്ചയായിട്ടും ആക്ഷൻ. ഇവിടെ ഇരുന്ന് തന്നെ ഈ ഒരു മെസ്സേജ് കിട്ടി ഉടൻ തന്നെ ഞാൻ പോലീസുമായിട്ടും മോട്ടോർ വെഹിക്കിളുമായിട്ട് ബന്ധപ്പെടും. ആക്ഷൻ എടുത്ത് തുടങ്ങിയിരിക്കുന്നു. ഒരു ആശങ്കയും വേണ്ട, 2 ദിവസം ഒന്നും കാത്തിരിക്കേണ്ട. ഒരു കാര്യം അറിഞ്ഞാൽ ആ നിമിഷം ആക്ഷൻ എടുക്കും, ഒരു സംശയം വേണ്ട. രാവിലെ മുതൽ ആക്ഷനിലായിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും താങ്ക് യു. ജനങ്ങൾ അതിലായിരിക്കും ആഗ്രഹിക്കുന്നത്. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ പ്രൈം ടൈം. വളരെ ധീരമായൊരു നിലപാടാണ് KB ഗണേഷ് കുമാർ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അദ്ദേഹം ദുബായിലാണെങ്കിൽ പോലും അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്ത് ആലുവയിലും പരിസര പ്രദേശങ്ങളിലും കർക്കശവും കർശനവുമായ പരിശോധനകൾ നടത്തി കുറ്റവാളികളെ കണ്ടെത്തി അപ്പോൾ തന്നെ അതിനുള്ള ശിക്ഷ നടപ്പാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നവർ, ലൈസൻസ് റദ്ദാക്കപ്പെട്ടവർ വണ്ടി ഓടിക്കുന്നത്, മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് വണ്ടി ഓടിക്കുക, ഇതൊക്കെ തന്നെ ഗുരുതരമായ പ്രശ്നങ്ങളും ഒക്കെ യാത്രക്കാർക്ക് ഉണ്ടാക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് അത് ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നു. വയനാട് മുട്ടിൽ മരംമുറി കേസിൽ റവന്യൂ മന്ത്രിയുടെ വാദം തള്ളി മുൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു. മരം നൽകിയ കർഷകർക്കെതിരെ നടപടിയുമായി റവന്യൂ വകുപ്പ് മുന്നോട്ട് പോകുന്നു എന്നതിന് തെളിവാണ് അവർക്ക് കിട്ടിയ നോട്ടീസ്. കർഷകർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് മന്ത്രി പറഞ്ഞാലും ഉദ്യോഗസ്ഥർ നടപടി തുടരുകയാണ്. 37 കേസുകളിൽ KLC പ്രകാരം പിഴ ഈടാക്കുന്നതിനായി വില്ലേജ് ഓഫീസിലേക്ക് അയച്ചു എന്ന് വിവരാവകാശ രേഖ പറയുന്നു. ഈ രേഖ ലഭിച്ചിട്ടുണ്ടെന്ന് മുൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു 24-നോട് പറഞ്ഞു. മന്ത്രിയെക്കാളും മുകളിൽ ഉദ്യോഗസ്ഥന്മാരോ? ചോദ്യം ചോദിക്കാൻ വരട്ടെ. റവന്യൂ മിനിസ്റ്റർ പറഞ്ഞുവെന്ന് ഞാനും കേട്ടു ഇങ്ങനെ വാർത്തയിലും. കർഷകർക്കെതിരെ നടപടി ഉണ്ടാകില്ല. ഇത് മുമ്പേ പറഞ്ഞതാണ്. 2023 തന്നെ ഇപ്പോൾ ഈ പിഴ സംഖ്യ വിധിച്ചു കഴിഞ്ഞപ്പോൾ കർഷകരിൽ നിന്നും ഈടാക്കുകയില്ല എന്ന് റവന്യൂ വകുപ്പും നമ്മുടെ മിനിസ്റ്ററും അതുപോലെ മറ്റു രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ നോട്ടീസ് ചെന്നിരിക്കുന്നത് അവർക്കെതിരെയാണ്. കാരണം ഈ നടപടി പാലിച്ചിട്ടേ ഈ നോട്ടീസ് അയക്കുകയുള്ളൂ. അപ്പം അങ്ങനെ പറഞ്ഞെങ്കിലും ഇതിൽ നടപടികൾ തുടർന്നുകൊണ്ടേയിരുന്നു. കർഷകർക്കെതിരായിട്ടുള്ള നടപടികൾ തുടർന്നുകൊണ്ടേയിരുന്നു. മന്ത്രിയുടെ വാക്കിന് ഒരു വിലയില്ല എന്നുള്ള ബഹുമാനപ്പെട്ട മന്ത്രി ഇങ്ങനെ പറഞ്ഞതായിട്ട് കണ്ടു. പക്ഷെ മന്ത്രി പറഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥർ പോകുന്നത് വരെ ഇത് തുടക്കം മുതലേ ഇങ്ങനെയാണല്ലോ. ഇപ്പം മന്ത്രിമാർ പറയുന്നതൊന്നും അല്ലല്ലോ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത്. ഇതിനകത്തും ആദ്യം പല കാര്യങ്ങളിലും സംഭവിച്ചത് അത് തന്നെയാണ്.
ഒരു ഉത്തരവ് പിഴ ഈടാക്കേണ്ടെന്ന് ഒരു ഉത്തരവ് ഇറക്കട്ടെ. ലാൻഡ് റവന്യൂ കമ്മീഷണർ ഒരു ഉത്തരവ് ഇറക്കട്ടെ. മുട്ടിൽ കേസിൽ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത 15 കോടിയുടെ മരങ്ങൾ നശിച്ചു തുടങ്ങി. മരം ലേലം ചെയ്ത് പൊതു ഖജനാവിൽ സൂക്ഷിക്കാൻ എന്താണ് നടപടി വൈകുന്നതെന്ന് അറിയില്ല. സൗത്ത് വയനാട് DFO എന്താണ് അത് ചെയ്യാത്തത്? കേസിൽ പ്രതികൾക്കെതിരായ ക്രിമിനൽ കേസ് വളരെ ദുർബലമാണ്. പ്രതികൾ ശിക്ഷിക്കപ്പെടാനും സാധ്യത കുറവാണ്. മരമുറിയിൽ പ്രതികൾക്കൊപ്പം റവന്യൂ ഉദ്യോഗസ്ഥർക്കും റോളുണ്ട്. വനംവകുപ്പ് രജിസ്റ്റർ ചെയ്ത 49 കേസുകളിൽ കുറ്റപത്രം നൽകിയിട്ടില്ലെന്നും മുൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു. ക്രിമിനൽ കേസ് അട്ടിമറിക്കപ്പെടുക എന്ന് പറയുന്നത് അർത്ഥം കൊടുത്ത കുറ്റപത്രങ്ങളൊക്കെ ദുർബലമാണ്. കേസിൽ ശിക്ഷിക്കപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. നിലവിലിപ്പോൾ ഈ കേസിൽ ഇവരെല്ലാവരും കുറ്റവിമുക്തരാകും. അവർ മാത്രം കുറ്റം ചെയ്തു എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറില്ല കേട്ടോ. അവരോടൊപ്പം അവരെ കുറ്റക്കാരായിട്ട് കണ്ടെത്തണമെങ്കിൽ, അതിന് തെളിവ് കൊടുക്കണമെങ്കിൽ റവന്യൂവിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ റോൾ എന്താണെന്നുള്ളതും കൂടി ഇത് വരണം. ഇത് ഉത്തരവ് മുറിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൽ വരുമ്പോൾ ക്രിമിനൽ കേസൊക്കെ അങ്ങ് പോകും. ഇവർക്കെതിരെയുള്ള ക്രിമിനൽ കേസൊക്കെ പോകും. അപ്പം തീർച്ചയായിട്ടും ഇത് തെറ്റ് റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ട്. അപ്പോൾ ഇത് വനം വകുപ്പ് വളരെ നിരുത്തരവാദപരമായിട്ടാണ് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നീങ്ങുന്നത്. എല്ലാ നടപടികളും അന്ന് മുതൽ ഇപ്പോൾ സൗത്ത് വയനാട് DFO, അന്നത്തെ സൗത്ത് വയനാട് DFOയും പിന്നീട് വന്ന സൗത്ത് വയനാട് DFOയും ഇപ്പോഴിരിക്കുന്ന സൗത്ത് വയനാട് DFOയും 3 പേരും ഇതിൽ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസുമായി സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും തത്സമയം ചേരുകയാണ്. സുർജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വിവരങ്ങൾ, കൂടുതൽ വിശദാംശങ്ങൾ, ഡീറ്റെയിൽസ്, അപ്ഡേഷൻ. അത്യധികം ഗൗരവമുള്ള ഒരു പരാമർശം തന്നെയാണ് ഈ കേസിലെ മുൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ടുള്ള ജോസഫ് മാത്യു മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം പ്രധാനമായും പല വാദഗതികളും വിവരാവകാശ രേഖയുടെ പിൻബലത്തിൽ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഈ കർഷകർക്ക് പിഴ ഈടാക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട് അപ്പീൽ, നേരത്തെ അവർ നൽകിയ അപ്പീൽ തള്ളി പുതിയ അപ്പീൽ നൽകണം എന്നുള്ള ആവശ്യമുന്നയിച്ചുകൊണ്ട് മാനന്തവാടി സബ് കളക്ടർ നൽകിയ നോട്ടീസ്. ഈ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ അത് വലിയ ആശങ്കയുണ്ടാക്കി. നമ്മൾ റവന്യൂ മന്ത്രിയുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് കർഷകർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കില്ല. ഇങ്ങനെ കർഷകർക്കെതിരെ പിഴ ഈടാക്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സർക്കാർ പോകില്ല എന്നുള്ള ഉറപ്പ് തന്നെയാണ് റവന്യൂ മന്ത്രി നൽകിയത്. പക്ഷേ ജോസഫ് മാത്യു ഈ വാദത്തെ തള്ളുന്നത് പലതരത്തിലാണ്. അതായത് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഈ കർഷകർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് മന്ത്രി പറഞ്ഞാലും ഉദ്യോഗസ്ഥർ നടപടി തുടരുകയാണ് എന്നുള്ളത് വ്യക്തമാണ്. ഈ നോട്ടീസിൽ നിന്ന് തന്നെ വ്യക്തമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല 37 കേസുകളിൽ KLC പ്രകാരം പിഴ ഈടാക്കുന്നതിനായി മുട്ടിൽ വില്ലേജ് ഓഫീസിലേക്ക് അതുമായി ബന്ധപ്പെട്ട നടപടികളുടെ ഭാഗമായി ഈ വിവരങ്ങൾ അയച്ചു എന്നുള്ള തരത്തിലുള്ള വിവരാവകാശ രേഖ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് 5/5/2025 ലഭിച്ച ഒരു വിവരാവകാശ രേഖയാണത്. വൈത്തിരി തഹസിൽദാർ ഈ നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്നതിന്റെ തെളിവാണ് ഈ രേഖ എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ പിഴ ഈടാക്കാൻ തടസ്സങ്ങളില്ലാത്ത രീതിയിലാണ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്. കർഷകർക്കെതിരെ നടപടി വേണ്ട എന്നുള്ളത് ലാൻഡ് റവന്യൂ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ റവന്യൂ സെക്രട്ടറിയും ഉത്തരവായി തന്നെ ഇറക്കണം, അല്ലെങ്കിൽ അത് സർക്കുലറായി തന്നെ ഇറക്കണം. അങ്ങനെ ഇറക്കിയാൽ മാത്രമേ കർഷകർ ഇതിനകത്തുനിന്ന് മോചിതരാകൂ എന്നുള്ളതാണ് ജോസഫ് മാത്യു പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ട വാദം. അതായത് അങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങാത്ത പക്ഷം, ഇത് ഈ ഒരു വിവാദ ഉത്തരവിന്റെ മറപറ്റിയാണ് ഇത്തരത്തിൽ ഒരു വലിയ മരമുറി ഉണ്ടായിട്ടുള്ളത്. ആ മരമുറിക്ക് ആധാരം റവന്യൂ സെക്രട്ടറിയുടെ ഉത്തരവാണ്. അതേ റവന്യൂ സെക്രട്ടറി തന്നെ കർഷകർക്കെതിരെ നടപടി എടുക്കില്ല എന്നുള്ള തരത്തിലുള്ള ഉത്തരവ് ഇറക്കിയാൽ മാത്രമേ ഇതിനകത്തൊരു കൃത്യമായൊരു പോംവഴി, അതായത് ഇവർ ഈ കർഷകരുടെ പ്രതിസന്ധി അവസാനിക്കൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം ചില വാദങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഈ പിടിച്ചെടുത്ത ഈട്ടി മരങ്ങളടക്കം 15 കോടിയാണ് വില കണക്കാക്കിയിട്ടുള്ളത്. അതിപ്പോഴും അവിടെ കുപ്പാടിയിൽ കെട്ടിക്കിടന്ന് നശിക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ മരങ്ങൾ വിറ്റ് ലേലം ചെയ്ത് ആ തുക പൊതുഖജനാവിലേക്ക് അടയ്ക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണം. അതെന്തുകൊണ്ടാണ് ഇല്ലാത്തത് എന്നുള്ളത് ചോദ്യമാണ് വനംവകുപ്പിനോട് ചോദിക്കുന്നത്. കോടതിയിൽ പ്രതികളും പ്രോസിക്യൂഷനും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരും ഒരുപോലെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള വാദം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ മുട്ടിൽ കേസിൽ പ്രതികൾക്കെതിരായിട്ടുള്ള ക്രിമിനൽ കേസ് വലിയ ദുർബലമായ ഒരു അവസ്ഥയാണുള്ളത്. പ്രതികൾ ശിക്ഷിക്കപ്പെടാൻ സാധ്യത കുറവാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വേണ്ടത്ര തെളിവുകളില്ലാതെയാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. വസ്തുതകളൊന്നും തന്നെ അന്വേഷണത്തിൽ വന്നിട്ടില്ല. മരമുറിയിൽ പ്രതികൾക്കൊപ്പം വലിയ പങ്ക് വഹിച്ച ആളുകളാണ് ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥർ. ഇവർക്കെതിരായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം എത്തണം. അതോടൊപ്പം തന്നെ വനം വകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസുകളുണ്ട്. അതിൽ 49 കേസുകളാണുള്ളത്. ആ കേസുകളിൽ ഒന്നും തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ 2 വർഷമായിട്ടും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. ഇതിന്
മാറി മാറി വന്ന DFOമാർ വയനാട് സൗത്ത് DFOമാർ ഉത്തരവാദികളാണെന്ന് പറയുന്നുണ്ട്. വലിയ വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു പോംവഴിയായി കാണേണ്ടത് ഈ കേസിൽ വീണ്ടും ഒരു തുടരന്വേഷണം വേണം. ആ തുടരന്വേഷണം സർക്കാർ നടത്താൻ തയ്യാറാകണം. എന്നിട്ട് പഴുതടച്ച ഒരു കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടിയിലേക്ക് സർക്കാർ എത്തണമെന്നും ജോസഫ് മാത്യു പറയുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ്. ആ വെളിപ്പെടുത്തലാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. SK. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി ചേർന്നത്. മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ കളിക്കില്ല എന്ന് സ്ഥിരീകരിച്ചതോടെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നു. സാധാരണക്കാരുടെ നികുതി പണം കൊണ്ട് മെസ്സിയുടെ പേരിൽ കായിക മന്ത്രി വിദേശ രാജ്യങ്ങളിൽ കറങ്ങിയെന്ന് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഇന്ന് വാർത്താസമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചു. സ്പോൺസറുടെ ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. അർജന്റീൻ ടീമിനെ കേരളത്തിലെത്തിക്കാൻ സ്പോൺസറെ എങ്ങനെ തീരുമാനിച്ചുവെന്നും എന്തായിരുന്നു മാനദണ്ഡമെന്നും യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ്. മെസ്സി വരും എന്ന് പറഞ്ഞ് പ്രചാരണം നടത്തി പറ്റിച്ചെന്നും PK ഫിറോസ്. വരാത്തൊരാൾ ഇങ്ങനെ വരുന്നു എന്നൊരു പ്രചരണം നടത്തിയത് എന്തിനാണ്? മെസ്സി വരാനുള്ള ഒരു ശ്രമവും സംസ്ഥാന സർക്കാരോ സ്പോൺസറോ ഒന്നും നടത്തിയിട്ടില്ല. മെസ്സിയെ കൊണ്ടുവരുന്നു എന്ന മറവിൽ ഒരു വലിയ ഉഡായിപ്പ് ഇവർ നടത്തിയിട്ടുണ്ട്. മെസ്സിയെ കൊണ്ടുവരുന്നു എന്നതിന്റെ മറവിൽ നടത്തിയത് വലിയ ഉഡായിപ്പെന്നും വിമർശനം. 139 കോടി രൂപ അങ്ങോട്ട് അയച്ചിട്ടുണ്ടോ? എങ്കിൽ ആ പണം ഏത് പണമാണ്? സർക്കാർ നടത്തിയ അഴിമതിയുടെ പണമാണോ? അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേതെങ്കിലും കള്ളപ്പണമാണോ? കായിക മന്ത്രിയോട് 15 ചോദ്യങ്ങളുമായി കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജിൻഡോ ജോണും രംഗത്തെത്തി. GCDയും സർക്കാരും സ്പോൺസറും തമ്മിൽ എന്തെങ്കിലും കരാറുണ്ടോ? അത് പരസ്യമാക്കാൻ തയ്യാറുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങളാണ് ജിൻഡോ ജോൺ ഉന്നയിച്ചത്. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ കൊണ്ടുവരുമെന്ന് ഔദ്യോഗിക ഉറപ്പില്ലാതെ കല്ലൂർ സ്റ്റേഡിയത്തിൽ ചെലവഴിച്ച പണത്തിന്റെ ബാധ്യത ആര് വഹിക്കുമെന്നും ജിൻഡോ ജോണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. 24 പ്രതിനിധി സമീർ ബിൻ കരീമിനെ വിമർശിച്ച മന്ത്രി V അബ്ദുറഹ്മാന്റെ പ്രസ്താവന കേരളത്തിലെ കായിക പ്രേമികളോടുള്ള വെല്ലുവിളിയെന്നും ജിൻഡോ ജോൺ കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് 24. കൊടുവള്ളി മുനിസിപ്പൽ ഉദ്യോഗസ്ഥൻ അനീഷിന്റെ ആത്മഹത്യയിൽ ദുരൂഹതയെന്ന് മുനിസിപ്പൽ ചെയർമാൻ വെള്ളറ അബ്ദു. തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ച ഉദ്യോഗസ്ഥനാണ് ആത്മഹത്യ ചെയ്തത്. സമ്മർദ്ദം കാരണമാണ് ആത്മഹത്യയെന്നും അന്വേഷണം വേണമെന്നും വെള്ളറ അബ്ദു ആവശ്യപ്പെട്ടു. വൈകുന്നേരം 6 മണിക്ക് ഓഫീസിൽ നിന്ന് പോകുന്ന അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോകുന്ന അദ്ദേഹം തുടർച്ചയായി 2 ദിവസങ്ങളിൽ 11:30 വീട്ടിലെത്തിയത്. അതിനുശേഷം അദ്ദേഹം 2 ദിവസം ലീവ് എടുത്തു. 3-ാമത്തെ ദിവസം അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ രീതിയിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഈ വോട്ട് മാറ്റുന്നതിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലോഗിൻ മറ്റാരോ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെയുള്ള മാനസിക സമ്മർദ്ദം കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ വലിയ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഒരു നിരപരാധി ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ട രീതിയിലേക്ക് കൊടുവള്ളിയിലെ മുനിസിപ്പാലിറ്റിയിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കൂടുതൽ വിശദാംശങ്ങൾ, അപ്ഡേഷൻ. SK, ഇന്ന് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പറയാൻ വേണ്ടിയായിരുന്നു UDFന്റെ ജില്ലാ നേതൃത്വം വാർത്താ സമ്മേളനം വിളിച്ചത്. അതിൽ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ, അതുപോലെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് റസാഖ് മാസ്റ്റർ, അതുപോലെ തന്നെ കൊടുവള്ളി നഗരസഭ ചെയർമാൻ വെള്ളറ അബ്ദു, ഇത്രയും നേതാക്കൾ, അതുപോലെ KC അബു തുടങ്ങിയ നേതാക്കളുണ്ടായിരുന്നു. അതിൽ ഗുരുതരമായ ഒരു ആരോപണമാണ് കൊടുവള്ളി നഗരസഭയുമായി ബന്ധപ്പെട്ട് ഇന്ന് പറഞ്ഞത്. അതിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്താൻ നിർബന്ധിതനായതിൻ്റെ സമ്മർദ്ദത്തിൽ ഒരു ജീവനക്കാരൻ, അതായത് ഈ കൊടുവള്ളി നഗരസഭയിലെ ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു എന്ന ഗുരുതരമായ ആരോപണം. അജീഷ് 19-ാം തീയതിയാണ് ആത്മഹത്യ ചെയ്തത്. ഈ അജീഷിൻ്റെ ആത്മഹത്യയ്ക്ക് കാരണം ഈ തൻ്റെ ID ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഈ വോട്ടർ പട്ടികയിലെ പേരുകൾ നീക്കം ചെയ്യൽ, കൂട്ടിച്ചേർക്കലിനെല്ലാം തന്നെ ID ഉപയോഗിച്ചുകൊണ്ട് വേണം ലോഗിൻ ചെയ്യാൻ. ആ ലോഗിൻ ഓഫീസ് സമയത്തിന് ശേഷം മറ്റാരോ ചെയ്തു എന്ന ഗുരുതരമായ ആരോപണം. ഇതിൻ്റെ സമ്മർദ്ദത്തിലാണ് ആത്മഹത്യ എന്നും 5:30 മണിക്ക് ഓഫീസിൽ നിന്നും ഇറങ്ങിയ ആൾ വീട്ടിലെത്തിയത് 11:30 മണിക്കാണ്. അതിനുശേഷം പുറത്തെവിടെയോ വെച്ച് ഈ ലോഗിൻ നടന്നു. ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ നടത്താൻ ഇയാൾ നിർബന്ധിതനായി. അതിൻ്റെ സമ്മർദ്ദത്തിലാണ് ആത്മഹത്യ. അതുകൊണ്ട് തന്നെ ഉന്നത തലത്തിലുള്ള അന്വേഷണം ഇതിൽ വേണമെന്ന ആവശ്യവുമായാണ് UDF നേതാക്കൾ രംഗത്തെത്തിയത്. യഥാർത്ഥത്തിൽ അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഇടതുമുന്നണിയെ തന്നെയാണ്. കാരണം ഇടതുമുന്നണിയുമായി ബന്ധമുള്ളവരാണ് ഇത് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്, ആത്മഹത്യയിൽ ദുരൂഹതയുണ്ട്, അത് തിരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പരാതികൾ നൽകാൻ വേണ്ടി തയ്യാറാകുന്നു. കോടതിയിലേക്ക് പോകും, ഹൈക്കോടതിയിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് UDF നേതാക്കൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. SK. സംസ്ഥാനത്ത് ട്രാഫിക് നിയമലംഘനങ്ങൾ കുറയുന്നില്ല. AI ക്യാമറ കണ്ടെത്തിയ നിയമലംഘനങ്ങൾ
1.13 കോടിയാണ്. ഗതാഗത വകുപ്പിൻ്റെ AI ക്യാമറകളിലൂടെ കണ്ടെത്തിയ നിയമലംഘനങ്ങൾക്കുള്ള പിഴ 700 കോടി രൂപ കവിഞ്ഞു. കഴിഞ്ഞ മാസം വരെ പിഴയായി ചുമത്തിയത് 737 കോടി രൂപയാണ്. 24 പ്രൈം ടൈം വെക്കിംഗ് ന്യൂസുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഉമേഷ്, ഇത്ര വലിയ പിഴ ശിക്ഷിക്കണമെങ്കിൽ എത്ര നിയമലംഘനങ്ങളാണ് നമ്മുടെ റോഡുകളിൽ നടക്കുന്നത് എന്ന് വേണം കരുതാൻ? വിവരം. ഗുഡ് ഈവനിങ് എസ്കേൻ. എന്തായാലും ഞെട്ടിക്കുന്ന കണക്കാണ്. കാരണം 2.5 വർഷം മുൻപ്, അതായത് 2023 ഏപ്രിൽ 20 സംസ്ഥാനത്തെ 730ഓളം AI ക്യാമറകൾ മിഴിതുറന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ക്യാമറകൾ സീറ്റ് ബെൽറ്റ്, ഹെൽമറ്റ് എന്നിവ ധരിക്കാത്ത നിയമലംഘനങ്ങൾ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു. എന്തായാലും 2.5 വർഷം പൂർത്തിയാക്കുമ്പോൾ ആകെ നിയമലംഘനങ്ങളുടെ എണ്ണം അത് 1,13,40,440 ഉയർന്നിരിക്കുന്നത്. അതുകൂടാതെ ഈ മൊത്തം നിയമലംഘനങ്ങളുടെ പിഴ ചുമത്തിയിരിക്കുന്നത് 737,56,252 രൂപയാണ്. അതായത് നിലവിലെ സാഹചര്യത്തിൽ 700 കോടിക്ക് മുകളിൽ 2.5 വർഷം കൊണ്ട് തന്നെ നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കിയിരിക്കുന്നു. പക്ഷേ പിഴ പൂർണ്ണമായി അടയ്ക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നത്. ഈ കാലഘട്ടത്തിൽ 700-ലധികം കോടി രൂപയുടെ പിഴ ചുമത്തിയെങ്കിലും 222 കോടി രൂപ മാത്രമാണ് ഇതുവരെ പിഴയായി അടയ്ക്കാൻ തയ്യാറായിരിക്കുന്നത്. എങ്കിലും ഈ നിയമലംഘനങ്ങളുടെ എണ്ണം കൂടുന്നു. ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ AI ക്യാമറയും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ഉള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 22,30,743 നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൂടാതെ കോഴിക്കോട്, എറണാകുളം ജില്ലകളിലും സമാനമായി വലിയ രീതിയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എറണാകുളത്ത് 10,59,600 നിയമലംഘനങ്ങളും കോഴിക്കോട് 10,64,422 നിയമലംഘനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും കുറവ് നിയമലംഘനങ്ങൾ വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ 3,96,276 നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. കൂടാതെ ഇടുക്കിയിൽ 4,77,000-ഉം പത്തനംതിട്ടയിൽ 4,78,000 നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും പിഴ അടയ്ക്കാത്തവർ കരുതിയിരിക്കണം. കാരണം അവരുടെ വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിലടക്കം പെടുത്തി മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചെല്ലാൻ ജനറേറ്റ് ചെയ്ത സാഹചര്യത്തിൽ ഇവരുടെ പ്രോസിക്യൂഷൻ നടപടി, അതായത് സാധാരണഗതിയിൽ ദീർഘകാലം ഈ പിഴ അടയ്ക്കാതെ വന്നു കഴിഞ്ഞാൽ ഈ കോടതിയിൽ അയക്കുകയും കോടതിയിൽ നിന്ന് പ്രോസിക്യൂഷൻ നടപടിയിലേക്കും കടക്കുന്നതാണ് രീതി. പക്ഷേ ഇത് വലിയ രീതിയിലുള്ള അളവാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം പ്രോസിക്യൂഷൻ നടപടി പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ മറ്റ് നടപടികൾ, ഈ പിഴ തിരികെ പിടിക്കാനുള്ള കാര്യങ്ങൾ ഗതാഗത വകുപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നിരന്തരമായി നിയമലംഘനം നടക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനും ആലോചിക്കുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കണക്കാണ് നമുക്ക് ലഭിച്ചത്. ഇത്രയധികം നിയമലംഘനങ്ങൾ നമ്മുടെ റോഡുകളിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകുന്ന ആളുകളുടെ ജീവൻ എന്താണ് ഒരു സെക്യൂരിറ്റി ഉള്ളത്? മറ്റൊരു വാർത്തയിലേക്ക് വിശദമായി കടക്കുന്നു. PM ശ്രീ വിഷയത്തിൽ CPM-ന്റെ അനുനയ നീക്കങ്ങൾക്കിടയിലും അയ്യാതെ CPI ധാരണാപത്രം റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നേതാക്കൾ. അതിനിടെ CPI ജനറൽ സെക്രട്ടറിയുടെ ചോദ്യങ്ങളോട് MA ബേബി നിസ്സഹായനാണ് എന്ന K പ്രകാശ് ബാബുവിൻ്റെ ആരോപണത്തിൽ MA ബേബി D രാജയെ അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്ന് അറിയിക്കുന്നു. PM ശ്രീ വിവാദത്തിൽ സംസ്ഥാന നേതൃത്വങ്ങൾക്കിടയിൽ പരിഹാരമായില്ലെങ്കിൽ മാത്രം ദേശീയ നേതൃത്വങ്ങൾ ഇടപെടാമെന്ന് MA ബേബി 24-നോട് പറഞ്ഞു. പ്രകാശ് ബാബുവിനെ പോലുള്ള നേതാക്കളുടെ പ്രതികരണത്തിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും MA ബേബി. അദ്ദേഹം തന്നെ D രാജയോട് സംസാരിക്കട്ടെ. D രാജയും ഞാനും തമ്മിൽ സംസാരിച്ചത് എന്താണെന്ന് മറ്റൊരു ആളെടുത്ത് വ്യക്തമാക്കേണ്ട കാര്യമില്ല. CPIM ജനറൽ സെക്രട്ടറി നിസ്സഹായനെന്ന പ്രകാശ് ബാബുവിന്റെ പരാമർശത്തിൽ MA ബേബി D രാജയെ അതൃപ്തി അറിയിച്ചതായാണ് സൂചന. എന്നാൽ ബേബിക്കെതിരായ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് K പ്രകാശ് ബാബു. ഇന്നലത്തെ ഡിസ്കഷന്റെ അടിസ്ഥാനത്തിൽ എടുത്ത ഒരു നിലപാടാണ് എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. ധാരണാപത്രത്തിൽ നിന്നും പിന്മാറണമെന്ന നിലപാട് D രാജ ആവർത്തിച്ചു. We are opposed to the NEP 2020. We are opposed to the communalization of education. That's what CPM is saying. And let CPM formally announce what is its stand. അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാൻ MV ഗോവിന്ദൻ തയ്യാറായില്ല. 24 ഡൽഹി. PM ശ്രീ പദ്ധതിയിൽ സർക്കാർ ഉടൻ തുടർ നടപടികളിലേക്കില്ല എന്ന 24 വാർത്ത ശരിവെച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സ്കൂളുകളുടെ പട്ടിക ഉടൻ കൈമാറില്ല എന്നായിരുന്നു വാർത്ത. PM ശ്രീ പദ്ധതിയുടെ ഫണ്ട് കേരളത്തിന് വേണ്ടെന്ന് മന്ത്രി പറഞ്ഞു. അതേസമയം നയപരമായ തീരുമാനത്തിന് ശേഷം മാത്രമേ PM ശ്രീയിൽ തീരുമാനമെടുക്കാവൂ എന്ന നിയമവകുപ്പിൻ്റെ ഉപദേശം മറികടന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. നിയമോപദേശത്തിൻ്റെ പകർപ്പ് 24-ന് കിട്ടി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടെങ്കിലും തുടർ നടപടിയായ സ്കൂളുകളുടെ പട്ടിക കൈമാറുന്നതടക്കം ഉടൻ നടപ്പാക്കില്ല. സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് PM ശ്രീ പദ്ധതിയുടെ ഫണ്ട് വേണ്ട. ധാരണാപത്രത്തിൽ ഒപ്പിട്ടാൽ മാത്രമേ SSK ഫണ്ട് ലഭിക്കുകയുള്ളൂ എന്ന സ്ഥിതി വന്നപ്പോഴാണ്
ധാരണാപത്രം ഒപ്പിടേണ്ടി വന്നതെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. SSK എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് 1500 വരുന്ന കോടി രൂപ തരേണ്ടത് അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയുള്ള നിലപാട് മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ് തെറ്റായ സിലബസ് അതിനെ കൊണ്ടുവരുന്നില്ല. പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടെ ഒരു മാറ്റവും വരുത്തില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് നിയമവകുപ്പിന്റെ ഉപദേശം മറികടന്ന്. MOUയിൽ ഒപ്പിടുന്നതിന് മുൻപ് നയപരമായ തീരുമാനം വേണമെന്നായിരുന്നു നിയമവകുപ്പിന്റെ ഉപദേശം. PMC നടപ്പാക്കിയാൽ ദേശീയ വിദ്യാഭ്യാസ നയം അതേ രീതിയിൽ നടപ്പാക്കേണ്ടി വരുമെന്നും ഈ ഉപദേശത്തിൽ നിയമവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. പാലക്കാട് BJPയിൽ പോര് മുറുകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലുമായി നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ വേദി പങ്കിട്ടതാണ് പുതിയ വിവാദത്തിന് വഴിമരുന്നായത്. പ്രമീള ശശിധരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോർ കമ്മിറ്റിയിൽ C കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന നിർദ്ദേശം പാർട്ടി നൽകിയിട്ടില്ലെന്ന പ്രമീള ശശിധരൻ 24നോട്. ലൈംഗികാരോപണ വിവാദങ്ങൾ ഉയർന്ന ദിവസം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ BJP പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഇതിനിടെയാണ് രാഹുൽ പങ്കെടുത്ത പൊതുപരിപാടിയിൽ BJP ഭരിക്കുന്ന നഗരസഭാ ചെയർപേഴ്സൺ തന്നെ പങ്കെടുത്തത്. പാർട്ടി നിർദ്ദേശം ലംഘിച്ച നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് C കൃഷ്ണകുമാർ കോർ കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ പാർട്ടി പഠിച്ച് നടപടിയെടുക്കുമെന്നാണ് ജനറൽ സെക്രട്ടറി S സുരേഷിന്റെ മറുപടി. ചെയർപേഴ്സൺ പരിപാടിയിൽ പങ്കെടുക്കരുതായിരുന്നു എന്ന് ജില്ലാ നേതൃത്വവും വ്യക്തമാക്കി. ഇന്നലെ പാലക്കാട് നടന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. അരുതാത്ത കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. താൻ പങ്കെടുത്തത് വികസന പ്രവർത്തനമെന്ന നിലയിലാണെന്നും പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന നിർദ്ദേശം പാർട്ടി തന്നിട്ടില്ലെന്നും പ്രമീള ശശിധരൻ 24നോട് പറഞ്ഞു. എനിക്ക് പാർട്ടിയുടെ നിർദ്ദേശമൊന്നും തന്നിട്ടില്ല. നിങ്ങൾ പരിപാടി പങ്കെടുക്കാൻ പാടില്ല എന്ന ഒരു നിർദ്ദേശം ഇന്നവരെ എനിക്ക് കത്തോടെ നേരിട്ടോ ഫോണിലൂടെ സംസാരിച്ച് കിട്ടിയിട്ടില്ല. എന്നാൽ ലൈംഗികാരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ രാഹുലിനെ വിലക്കാൻ BJP തീരുമാനിച്ചതിന്റെ തെളിവുകൾ പുറത്തുവന്നു. രാഹുലിനോട് ക്ഷണിക്കപ്പെട്ട പരിപാടിയിൽ നിന്നും മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട് ഓഗസ്റ്റിൽ നഗരസഭാ ഡെപ്യൂട്ടി ചെയർമാൻ E കൃഷ്ണദാസ് അയച്ച കത്താണ് പുറത്തുവന്നത്. 24 പാലക്കാട്. മറ്റൊരു വാർത്തയിലേക്ക്. കനകമല്ല IS റിക്രൂട്ട്മെന്റ് കേസിലെ NIA സാക്ഷി കോഴിക്കോട് കുളിമാട് സ്വദേശി ഫയാസിനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. മുൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനും ഇപ്പോൾ SDPIയുടെ പ്രവർത്തകനുമായ ഫസർ റഹ്മാനെതിരെയാണ് 2 FIR പോലീസ് ഇട്ടത്. FIRന്റെ പകർപ്പ് 24ന് കിട്ടി. 24 ബ്രേക്കിംഗ് ന്യൂസ്. 2016 NIA രജിസ്റ്റർ ചെയ്ത കനകമല IS ഭീകരവാദ ക്യാമ്പ് കേസിലെ NIA കോടതിയിലെ നിർണായക സാക്ഷിയായിരുന്നു കോഴിക്കോട് കൂളിമാട് സ്വദേശി ഫായിസ്. ഫായിസിനെ മുൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ ഫസലുർ റഹ്മാൻ ഭീഷണിപ്പെടുത്തി എന്നതാണ് കേസിനാസ്പദമായ സംഭവം. കോഴിക്കോട് മാവൂർ പോലീസ് 2 കേസുകളാണ് ഇക്കാര്യത്തിൽ രജിസ്റ്റർ ചെയ്തത്. തീവ്രവാദത്തിന് ഒത്താശ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്റെ കുറ്റമാണ് FIRൽ സൂചന നൽകുന്നത്. കണ്ണൂർ ജില്ലയിലെ കനകമല കേന്ദ്രീകരിച്ച് IS ഭീകരർക്കുള്ള റിക്രൂട്ട്മെന്റും പരിശീലനവും നടത്തുന്നതായി കേന്ദ്ര ഇന്റലിജൻസ് രഹസ്യാന്വേഷണ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് NIAയുടെ പ്രത്യേക സംഘം കനകമലയിലെത്തി 2016 നേരിട്ട് ഭീകരസേനാംഗങ്ങളെ പിടികൂടിയത്. ഈ കേസിലാണ് NIAയുടെ മാപ്പുസാക്ഷിയായി കൂളിമാട് സ്വദേശി ഫായിസിനെ NIA കോടതിയിൽ ഹാജരാക്കിയത്. നിർണായക മൊഴി ഇയാൾ നൽകുകയും ചെയ്തിരുന്നു. രാജ്യാന്തര തീവ്രവാദ കേസായതുകൊണ്ട് തന്നെ ഭീഷണി കേസും ചിലപ്പോൾ NIA ഏറ്റെടുത്തേക്കും. 24 കോഴിക്കോട്. വിനീഷ സുരേഷ് ചോദിക്കുന്നു, ഈ ഫണ്ട് വേണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ മന്ത്രി ഇതിനകത്ത് PM ശ്രീയിൽ പോയി ഒപ്പിട്ടെന്നാണ്. ശരിക്കും SSKയുടെ ഫണ്ട് ആണ് വേണ്ടത്, PMCയുടെ ഫണ്ടല്ല വേണ്ടത് എന്നാണ് മന്ത്രി പറഞ്ഞത്. വ്യക്തമായോ? കൺഫ്യൂഷൻ ആയില്ലല്ലോ. ഇനി കാണാം സ്കൂൾ കായികമേള വിശേഷങ്ങൾ. കേരള സ്കൂൾ കായികമേള co-sponsored by Bima Jewels, Golden Super Surprise. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വമ്പൻ പ്രഖ്യാപനവുമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. കായികമേളയിൽ പങ്കെടുത്ത് സ്വർണം നേടുന്ന കുട്ടികളിൽ വീടില്ലാത്ത 50 പേർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. മേളയിൽ റെക്കോർഡോടെ സ്വർണം നേടിയ ദേവപ്രിയയുടെയും ദേവനന്ദയുടെയും വീട് എന്ന ആവശ്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കഠിനമായ വേദനയും ജീവിത പ്രയാസങ്ങളും സഹിച്ചാണ് അവർ ഓടിയത്. ഇല്ലായ്മയോട് പടവെട്ടി റെക്കോർഡിലേക്കും സ്വർണത്തിലേക്കും ഓടിക്കയറി ദേവപ്രിയയും ദേവനന്ദയും. മത്സരശേഷം കയറിക്കിടക്കാൻ, മെഡലുകൾ സൂക്ഷിക്കാൻ ഒരു വീട് എന്ന സ്വപ്നത്തെക്കുറിച്ചാണ് ഇരുവരും പറഞ്ഞത്. വീടൊന്നും അങ്ങനെ ഇല്ല, ഇപ്പോൾ വീടില്ല. മഴ പെയ്യുമ്പോൾ വീട്ടിലൊക്കെ ചോരുവാണ്. ഇടുക്കി സ്വദേശി ദേവപ്രിയയ്ക്ക് CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി വീട് നൽകാൻ തീരുമാനിച്ചു.
കോഴിക്കോട് സ്വദേശി ദേവനന്ദയ്ക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് ട്രാക്കിൽ നേരിട്ടെത്തി മന്ത്രി ശിവൻകുട്ടിയും പ്രഖ്യാപിച്ചു. 2 സ്വർണം നേടിയ ഒരു കുട്ടിയുണ്ട്, ദേവനന്ദ എന്നാണ് പേര്. നമുക്ക് സ്കൗട്ട്സുകാർ ഒരു വീട് വെച്ചു കൊടുക്കും. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സുകാർ കുട്ടിക്ക് ഒരു വീട് വെച്ചു കൊടുക്കും. ഇരുവരുടെയും ദയനീയാവസ്ഥ നേരിലറിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് നടത്തിയത് വമ്പൻ പ്രഖ്യാപനം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്വർണ്ണ മെഡൽ നേടുന്ന വീടില്ലാത്ത 50 കുട്ടികൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് വീട് വെച്ച് നൽകും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു വലിയ പദ്ധതിയിലേക്ക് കടക്കുകയാണ്. കേരള സ്കൂൾ ഒളിമ്പിക്സിൽ മീറ്റ് സ്വർണം നേടിയ അർഹരായവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണിത്. നിലവിൽ 50 വീട് വെച്ച് നൽകുവാനാണ് ലക്ഷ്യം. വിവിധ സംഘടനകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുക. റാഫി കരീം, 24. കേരള സ്കൂൾ കായികമേളയിൽ പ്രായത്തട്ടി വിവാദവും ഉണ്ടായി. അണ്ടർ 19 വിഭാഗത്തിൽ 21കാരി മത്സരിച്ചെന്നാണ് ഇപ്പോൾ ഉയരുന്ന പരാതി. അത്ലറ്റിക്സിൽ പാലക്കാടും മലപ്പുറവും ഇഞ്ചോടിഞ്ച പോരാട്ടം തുടരുകയാണ്. സീനിയർ പെൺകുട്ടികളുടെ 100, 200 മീറ്ററുകളിൽ വെള്ളി മെഡൽ നേടിയ കോഴിക്കോട് പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ് HS സ്കൂളിലെ താരത്തിനെതിരെയാണ് പരാതി. UP സ്വദേശിയായ പെൺകുട്ടി പ്രായം തിരുത്തി മത്സരിച്ചെന്നാണ് ആരോപണം. ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഡോക്യുമെന്റ്സ് കിട്ടിയതിന്റെ ഫലമായിട്ട് ഈ കുട്ടി ഉത്തർപ്രദേശിന്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലെ ഏജ് വെച്ച് നോക്കുമ്പോൾ 21 years 5 months and 22 days ആണ്. അപ്പം അങ്ങനെ ഒരു ഏജ് ഉള്ളൊരു കുട്ടി ഇവിടെ സീനിയറിൽ മത്സരിക്കാൻ ഒരിക്കലും അലൗഡ് അല്ല. അപ്പം എങ്ങനെ എന്താ പറ്റിയെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പരാതി പരിശോധിച്ച നടപടിയെന്ന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. 200 മീറ്ററിൽ 2ാം സ്ഥാനം കിട്ടിയ കുട്ടിയാണ് പരാതി ലഭിച്ചിട്ടുണ്ട്, പരിശോധിച്ച് വരികയാണ്. ആവശ്യമായ നടപടി സ്വീകരിക്കുക. തീർച്ചയായിട്ടും നടപടി വേണമല്ലോ. അഡ്മിഷൻ സമയത്ത് സമർപ്പിച്ച ആധാർ കാർഡിന്റെ അടിസ്ഥാനത്തിലാണ് താരത്തെ മത്സരിപ്പിച്ചതെന്നാണ് സ്കൂളിന്റെ വിശദീകരണം. അത്ലറ്റിക്സിൽ പാലക്കാടിന്റെയും മലപ്പുറത്തിന്റെയും ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുന്നു. ഇന്നത്തെ ഗ്ലാമർ ഇനമായ 400 മീറ്റർ ഹഡിൽസിലെ 4ൽ 3ലും തിരുവനന്തപുരം GV രാജയിലെ വിദ്യാർത്ഥികൾ സ്വർണം നേടി. ജൂനിയർ ആൺകുട്ടികളിൽ തിരുവനന്തപുരത്തിന്റെ ശ്രീഹരിയുടെ സുവർണ നേട്ടം മീറ്റ് റെക്കോർഡോടെ. 53 ഓടണമെന്നുണ്ട്, 54 വന്നില്ല. അടുത്തോളം എന്തായാലും 53. സ്കൂളുകളിൽ കഴിഞ്ഞ 3 തവണയും ചാമ്പ്യൻസായ ഐഡിയൽ കടകശ്ശേരി 1ാം സ്ഥാനത്ത് തിരിച്ചെത്തി. ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം 1500 പോയിന്റും കടന്ന് കുതിക്കുകയാണ്. പ്രതാപം തിരിച്ചുപിടിക്കാൻ പാലക്കാട്, കിരീടം നിലനിർത്താൻ മലപ്പുറം. ട്രാക്കിലെ ചാമ്പ്യൻ ആരെന്നതിൽ സസ്പെൻസ് അവസാന ദിനം വരെയും തുടരും. തിരുവനന്തപുരത്ത് നിന്ന് ടീം 24. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആസിയൻ 47ാമത് ആസിയൻ ഉച്ചകോടിക്ക് മലേഷ്യയിലെ കോലാലംപൂരിൽ തുടക്കമായി. തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള നിർണായക സമാധാന കരാർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മേൽനോട്ടത്തിൽ ഇന്ന് ഒപ്പുവെച്ചു. 21ാം നൂറ്റാണ്ട് ഇന്ത്യയുടെയും ആസിയൻ രാജ്യങ്ങളുടെയുമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വർഷങ്ങൾ നീണ്ട അതിർത്തി തർക്കത്തിന് അവസാനം കുറിച്ച ആസിയാൻ ഉച്ചകോടി. തായ്ലൻഡും കംബോഡിയയും തമ്മിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ സമാധാന കരാർ ഒപ്പിട്ടു. കരാറിനെ കോലാലംപൂർ സമാധാന ഉടമ്പടി എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. സമാധാന കരാറിനു പുറമെ തായ്ലൻഡുമായി ധാതു കൈമാറ്റ കരാറും കംബോഡിയയുമായി സുപ്രധാന വ്യാപാര കരാറിലും ട്രംപ് ഒപ്പിട്ടു. ലോകസമാധാനം ഉറപ്പാക്കുന്ന കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭയേക്കാൾ മെച്ചമാണ് തന്റെ പ്രവർത്തനമെന്നും 8 യുദ്ധങ്ങൾ 8 മാസക്കാലയളവിൽ അവസാനിപ്പിച്ചുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. വീഡിയോ കോൺഫറൻസിംഗിലൂടെ ആസിയാൻ ഉച്ചകോടി അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2026 ആസിയാൻ ഇന്ത്യ സമുദ്ര സഹകരണ വർഷമായി ആഘോഷിക്കുമെന്ന് പ്രഖ്യാപിച്ചു. आसियान भारत की एक्ट ईस्ट पॉलिसी का मुख्य स्तंभ है. വിദ്യാഭ്യാസം, ആരോഗ്യം, ടൂറിസം, സമുദ്ര സുരക്ഷ, ശാസ്ത്രം, സൈബർ സുരക്ഷ എന്നീ മേഖലകളിൽ ആസിയാനുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24. പക്ഷാഘാതം വന്ന ജിദ്ദയിൽ 2.5 കൊല്ലത്തോളമായി കിടപ്പിലായിരുന്ന ഇന്ത്യൻ പൗരൻ നാട്ടിലേക്ക് മടങ്ങി. ബീഹാർ സ്വദേശിയുടെ ദുരിതം പുറം ലോകത്തെ അറിയിച്ചത് 24 ആയിരുന്നു. ജിദ്ദ കേരള പൗരാവലിയുടെ ഇടപെടലിനെ തുടർന്ന് പ്രമുഖ വ്യവസായി ഡോക്ടർ ഷംസീർ വയലിന്റെ നേതൃത്വത്തിലുള്ള സൗദി RPM സാമ്പത്തിക സഹായം നൽകി. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടൽ കൂടി കിട്ടിയതോടെ രോഗി കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിച്ചേർന്നു. ഈ വാർത്തയോടെ ഇന്നത്തെ പ്രൈം ടൈം പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.
പക്ഷാഘാതം വന്ന് ജിദ്ദയിലെ സ്വകാര്യ ആശുപത്രിയിൽ 2.5 വർഷത്തോളമായി ഒരേ കിടപ്പിലായിരുന്നു ബീഹാർ സ്വദേശിയായ വീരേന്ദ്ര ഭഗത് പ്രസാദ്. ഏറ്റെടുക്കാനോ നാട്ടിലേക്ക് കൊണ്ടുപോകാനോ ആളില്ലാതെ പ്രയാസപ്പെടുന്ന രോഗിയെക്കുറിച്ച് 24-ലൂടെയാണ് പുറം ലോകം അറിഞ്ഞത്. 24 വാർത്തയെ തുടർന്ന് സാമൂഹിക ജീവകാരുണ്യ കൂട്ടായ്മയായ ജിദ്ദ കേരള പൗരാവലി വിഷയത്തിൽ ഇടപെട്ടു. ഡോക്ടർ ഷംസീർ വാലിൽ ചെയർമാനായ സൗദി റെസ്പോൺസ് പ്ലസ് മെഡിക്കൽ സർവീസസ് അഥവാ സൗദി RPM രോഗിയെ നാട്ടിലെത്തിക്കാനുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സാമ്പത്തിക നിയമസഹായം കൂടി ലഭിച്ചതോടെ വീരേന്ദ്ര ഭഗത്തിന് നാട്ടിലെത്താനുള്ള വഴി തെളിഞ്ഞു. കഴിഞ്ഞ ദിവസം സൗദി എയർലൈൻസിൽ നാട്ടിലെത്തിയ രോഗിയെ ഇപ്പോൾ തുടർ ചികിത്സക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഡോക്ടർ ഷംസീറിന്റെ RPM എന്ന കമ്പനിയുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തു. 24 തന്നെയാണ് അതും കോൺടാക്ട് ചെയ്തിട്ട് അതിനൊരു സ്പോൺസറെ കണ്ടെത്തി. 24 ഇങ്ങനെ ഒരു കാര്യത്തിൽ റിപ്പോർട്ടുമായിട്ട് വന്നതുകൊണ്ടാണ് നമുക്ക് ഇതിന് ഇറങ്ങാനെ കൊണ്ട് സാധിച്ചത്. സാമ്പത്തിക സഹായത്തോടൊപ്പം രോഗിയോടൊപ്പം യാത്ര ചെയ്യാനുള്ള ഡോക്ടർ, നഴ്സ് എന്നിവരെ നൽകിയതും ആംബുലൻസ് സേവനം നൽകിയതും സൗദി RPM ആയിരുന്നു. സ്ഥാപനത്തിന്റെയും ചെയർമാന്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായാണ് വിഷയത്തിൽ ഇടപെട്ടതെന്ന് സൗദി RPM ടെറിട്ടറി മാനേജർ അബ്ദുൽ സുബ്ഹാൻ പറഞ്ഞു. 24-ന്റെ ഇടപെടൽ മൂലമാണ് ഞങ്ങളുടെ ചെയർമാനായ ഡോക്ടർ ഷംഷീർ വാലിന്റെ ശ്രദ്ധയിൽ ഈ വിവരം അറിയുന്നത്. വിഷൻ 2030-യുടെ ഭാഗമായിട്ട് സൗദിയിലെ കിങ്ഡം വൈഡ് മോസ്റ്റ് അഡ്വാൻസ്ഡ് പ്രീ ഹോസ്പിറ്റൽ കെയർ, ഇന്റർനാഷണൽ പേഷ്യന്റ് ട്രാൻസ്ഫർ, മെഡിക്കൽ ഇവാക്വേഷൻ എന്നിവ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ചെയർമാന്റെ ഒരു വിഷനാണ്. ഇത്രയും കാലം പരിചരിക്കാൻ സാധിച്ചതിലുള്ള ചാരിതാർത്ഥ്യത്തിലാണ് ആശുപത്രി അധികൃതർ. 24 വാർത്തയെ തുടർന്ന് ഇടപെട്ട ജിദ്ദ കേരള പൗരാവലിയും RPM-ഉം ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റുമൊക്കെ നടത്തിയ കൂട്ടായ ശ്രമങ്ങളുടെ ഫലമായാണ് രോഗി നാട്ടിലെത്തിയത്. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.